എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? ഞാറ്റുവേല. കൃഷി കാര്യങ്ങൾ ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായ സമയമാണ് ഇന്ന് തുടങ്ങുന്ന എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് നല്ല വിളവ് നൽകുന്ന രീതിയിൽ ആയിരിക്കും ഭവിക്കുക എന്നതാണ് എല്ലാവരുടെയും വിശ്വാസം. പ്രിയമുള്ള അധ്യാപകരെ, ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, സാറ് പറഞ്ഞ കണക്ക് ഇന്ന് ഏറ്റവും അനുയോജ്യമായ ഒരു ദിവസമാണ്, ഞാറ്റുവേല ദിവസമാണ്. നമ്മുടെ സ്കൂളിന്റെ ഈ ഒരു ബയോഡൈവേഴ്സിറ്റി, അതായത് നമ്മുടെ സ്കൂളിൽ ഒരു ബയോഡൈവേഴ്സിറ്റി സ്കൂളാക്കി. കൊല്ലം ജില്ലയിൽ വളരെ കുറച്ച് സ്കൂളുകൾക്ക് മാത്രമേ ബയോഡൈവേഴ്സിറ്റി പാർക്ക് അനുവദിച്ചിട്ടുള്ളൂ. അതിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ കൊല്ലം ജില്ലയിൽ തന്നെ എനിക്ക് തോന്നുന്നു 2 സ്കൂളുകൾക്ക് മാത്രമേ ഉള്ളൂ. വാളത്തങ്ങ സ്കൂളും നമ്മുടെ ചെറുക്കര സ്കൂളുമാണ് ബയോഡൈവേഴ്സിറ്റി പാർക്ക് അനുവദിച്ചിരിക്കുന്നത്. അപ്പൊ അത് ചെയ്യാനുള്ള ഫണ്ട് എന്തെങ്കിലും നമുക്ക് സർക്കാരിൽ നിന്നും ലഭിക്കും. സ്വാഗതം ആശംസിച്ച വളരെ ബഹുമാനിയായ ആശാ മാഡം, PTA വൈസ് പ്രസിഡന്റ്, മറ്റ് വേദിയിലിരിക്കുന്ന അധ്യാപകരെ, എൻ്റെ ഏറ്റവും പ്രിയങ്കരനായ എൻ്റെ നാട്ടുകാരനായ വേണു സാറ്, അതുപോലെ തന്നെ ഈ സ്കൂളിലെ ഏറ്റവും ബഹുമാന്യരായ അധ്യാപകരെ, ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നാടിൻ്റെ വാഗ്ദാനമായ ഏറ്റവും സ്നേഹസമ്പന്നരായ കൊച്ചുകുട്ടികളെ, ഇത് ബയോഡൈവേഴ്സിറ്റി അതുമായി ബന്ധപ്പെട്ട, അതുപോലെ തന്നെ എക്കോ ഫ്രണ്ട്ലി. എന്താണ് ബയോഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എക്കോ ഫ്രണ്ട്ലി? നമ്മുടെ മാഡം വളരെ കാര്യമായി തന്നെ പറഞ്ഞു കഴിഞ്ഞു നിർദ്ദേശങ്ങൾ. എന്നിരുന്നാലും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം 1-2 കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നതിന് മുമ്പേ ഈ കുട്ടികൾ കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷമാണ് തോന്നിയത്. സാധാരണ തീരെ ചെറിയ കുട്ടികൾ ഈ കാർഷിക മേഖലയിലേക്ക് കടന്നു വരുമോ, അവർക്ക് ഇത്രയും മാത്രം ഒരു താല്പര്യം ഈ രംഗത്ത് ഉണ്ടാകുമോ എന്നെനിക്ക് സംശയം തോന്നി. പക്ഷെ നമ്മുടെ അച്ഛൻ പറഞ്ഞത് കുഞ്ഞുങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ താല്പര്യം. അപ്പൊ ഞാനൊന്ന് ചോദിച്ചോട്ടെ, നിങ്ങളെല്ലാം പഠിച്ച് ഏറ്റവും നല്ല മിടുക്കന്മാരായി എന്താകണമെന്നാണ് നിങ്ങൾക്കൊക്കെ ആഗ്രഹം?